ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോട്ടോഗ്രാഫി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ പേര് ശരത് കുമാർ. ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് ഫോട്ടോഗ്രാഫിയുടെ ബേസിക്സിനെ കുറിച്ച് നോക്കാം. ഇന്ന് ഫോട്ടോഗ്രാഫി നിങ്ങൾ ആദ്യമായി തുടങ്ങുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് ക്യാമറകൾ ലഭ്യമാണ്. അപ്പോൾ ആ ക്യാമറകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ക്യാമറ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്ന് ആദ്യം നോക്കാം. ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പലതരം നിർമ്മാതാക്കൾ ഉണ്ടാക്കുന്ന നമുക്ക് നമ്മുടെ പോക്കറ്റിന് അനുയോജ്യമായ നമുക്ക് എത്ര പൈസ കുറഞ്ഞ കയ്യിലുള്ളവരാണെങ്കിൽ പോലും നമുക്ക് മേടിക്കാൻ കഴിയുന്ന ക്യാമറകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന ക്യാമറകൾ മാർക്കറ്റിലുള്ളത് നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ ആദ്യമായി ഒരു ഫോട്ടോഗ്രാഫി തുടങ്ങുന്ന ആൾക്ക് ഇത്രയധികം ക്യാമറ ടൈപ്പുകൾ ഉള്ളതുകൊണ്ട് ആവശ്യമായ ക്യാമറ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ തരം ക്യാമറ സിസ്റ്റങ്ങളെ കുറിച്ച് നമുക്ക് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ള പ്രധാന ക്യാമറ ടൈപ്പുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് ശരിയായ ഒരു ക്യാമറ തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് കോമ്പാക്ട് അല്ലെങ്കിൽ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളാണ്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എൻട്രി ലെവൽ ക്യാമറകളിൽ ഒട്ടുമിക്കതും ഈ വിഭാഗത്തിൽ പെടുന്നവയാണ്. അവ വലുപ്പത്തിൽ തന്നെ വളരെ ചെറുതുമാണ്, കോമ്പാക്റ്റ് ആണ്. സാധാരണയായി ഒരു ഫോട്ടോഗ്രാഫി ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യമായിട്ട് വാങ്ങുന്ന ക്യാമറയാണ് ഈ കോമ്പാക്റ്റ് അല്ലെങ്കിൽ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ എന്ന് പറയുന്നത്. ഇനി പുതുതായിട്ട് വരുന്ന ഈ കോമ്പാക്റ്റ് ക്യാമറകൾ സാധാരണയായിട്ട് പൂർണ്ണമായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടാണ് വരാറുള്ളത്. ചിലതിൽ നമുക്ക് മാനുവലായിട്ട് എക്സ്പോഷറൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ കൂടി ഉണ്ടാകാം. ഇതിന് ഏകദേശം ഒരു 12x മുതൽ 24, അതുപോലെ തന്നെ അതിന് കൂടുതലും സൂമിംഗ് ഒക്കെ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ലെൻസുകൾ അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് ക്യാമറ ബോഡിയോട് ചേർന്നിട്ട് മടങ്ങിയിരിക്കുന്ന രീതിയിലായിരിക്കും ആ ലെൻസുകൾ ഉണ്ടായിരിക്കുക. ഇതിന്റെ പുറകിൽ ഒരു LCD മോണിറ്റർ കൂടി ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 7 സെന്റിമീറ്റർ ഒക്കെ വരുന്ന LCD മോണിറ്റർ ആയിരിക്കും ഇതിന്റെയൊക്കെ പുറകിൽ വരുന്നത്. അത് വലിയ ക്യാമറ സിസ്റ്റങ്ങളിൽ നമുക്ക് ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ ഒക്കെ ഉള്ളതുപോലെ ഇതിൽ ആ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ ഉണ്ടായിരിക്കില്ല. അതിന് പകരം ഈ പുറകിൽ വരുന്ന LCD സ്ക്രീനിലാണ് നമ്മൾ ലൈവ് വ്യൂ മോണിറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരം ക്യാമറകളിൽ നമുക്ക് HD ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ 4K ഒക്കെ വരുന്നുണ്ട്. 4K വരുന്ന ക്യാമറകളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വൈഫൈ കണക്ടിവിറ്റി ഇതിൽ ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ ഈ ക്യാമറകൾ പലതരം നിറങ്ങളിൽ ലഭ്യമാണ്. ഇപ്പോൾ പുതിയ സെൻസർ ടെക്നോളജി ഒക്കെയും നല്ല രീതിയിൽ ഡെവലപ്പായി വന്നതോടുകൂടിയിട്ട് നമുക്ക് പ്രൊഫഷണൽ ഫോട്ടോ എടുക്കുന്ന രീതിയിൽ ഫോട്ടോകളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോമ്പാക്ട് ക്യാമറകളെല്ലാം മാർക്കറ്റിൽ ലഭ്യമാണ്. ഇനി അല്പം വലിയ രീതിയിലുള്ള സെൻസറുകളൊക്കെ ആയിട്ട് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോമ്പാക്ട് ക്യാമറകളെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് നമുക്ക് കൂടുതലായിട്ട് നല്ല ലോ ലൈറ്റിൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോകളും അതുപോലെ തന്നെ ഫോട്ടോകളും എടുക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി പുതുതായിട്ട് വരുന്ന ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോമ്പാക്ട് ക്യാമറകൾക്ക് മറ്റു ക്യാമറകളെക്കാളും സാധാരണ കോമ്പാക്ട് ക്യാമറകളെക്കാളും എന്തായാലും വില നല്ല രീതിയിൽ കൂടുതലായിരിക്കും. പക്ഷേ അതിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മാനുവൽ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫർക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോകളും വീഡിയോകളും എടുക്കാനുള്ള അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും. ഈ മോഡലുകൾ സാധാരണയായിട്ട് 24 മെഗാ പിക്സൽ അല്ലെങ്കിൽ 16 മെഗാ പിക്സൽ അല്ലെങ്കിൽ 24നേക്കാൾ കൂടുതൽ മെഗാ പിക്സൽ ഒക്കെ 50 മെഗാ പിക്സൽ ഒക്കെയുള്ള രീതിയിലുള്ള പുതിയ ക്യാമറകളെല്ലാം അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഫോണിന്റെ ക്യാമറയാണ്. നമ്മളുടെ എല്ലാവരുടെ കയ്യിലുള്ള ഫോണിൽ ഒരു ക്യാമറയുണ്ട് അല്ലെ. ഈ ഫോണിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ വന്നതോടുകൂടിയിട്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ പോയിന്റ് ഓഫ് ഷൂട്ട് ക്യാമറകൾ, കോമ്പാക്ട് ക്യാമറകളൊക്കെ വിൽപ്പന അല്പം കുറവാണ്. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ അത് വിറ്റുപോകുന്നുള്ളൂ. കാരണം നമ്മുടെ ഫോണിൽ തന്നെ ഇതിന്റെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഫോട്ടോകൾ എടുക്കുവാൻ നമുക്ക് സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് വരുന്ന ഫോണുകളിലെല്ലാം 50 മെഗാ പിക്സൽ അതുപോലെ തന്നെ 100 മെഗാ പിക്സൽ അതിൽ കൂടുതലൊക്കെ ഫോട്ടോ എടുക്കാനുള്ള കഴിവുള്ള ക്യാമറകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു മൊബൈലിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒന്നിലധികം ലെൻസുകൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫോണുകളെല്ലാം വരുന്നത്. ഒരു നോർമൽ വ്യൂ ഉള്ള ലെൻസ് ആയിരിക്കാം, ഒന്ന് വരുന്നത് ഒരു നല്ല രീതിയിൽ വൈഡ് ആയിട്ട് കിട്ടുന്ന ഒരു ലെൻസ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക.
പിന്നീട് വേണമെങ്കിൽ ഒരു മാക്രോ ആയിട്ട് നമുക്ക് ചെറിയ ഒബ്ജക്റ്റുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ 1:1 ഒക്കെ എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ലെൻസ് വരുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് സൂം ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ അകലെയുള്ള വസ്തുക്കളെല്ലാം സൂം ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 10x അല്ലെങ്കിൽ 25x അതുപോലെ തന്നെ 50x ഒക്കെ അല്ലെങ്കിൽ 100x ഒക്കെ വരുന്ന രീതിയിലുള്ള ക്യാമറകൾ ഇപ്പോൾ ക്യാമറകൾ കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ലെൻസുകൾ കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള മൊബൈലുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. മുന്നൊക്കെ നമ്മുടെ മൊബൈലിൽ വരുന്ന ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോ ലൈറ്റിൽ ഫോട്ടോ എടുക്കാൻ വളരെ പ്രയാസമായിരുന്നു. അതിൽ കറക്റ്റായ രീതിയിൽ ലോ ലൈറ്റിൽ ഫോട്ടോ എടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വരുന്ന ലെൻസുകളൊക്കെ f2 ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ f1 ഒക്കെ എപ്ചർ വരെ പോകുന്ന രീതിയിലുള്ള ലെൻസുകളാണ് ഇപ്പോൾ വരുന്ന മൊബൈലുകളിലെല്ലാം ഉള്ളത്. പിന്നെ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഈ ലെൻസ് എല്ലാം വരുന്നത് നമ്മളുടെ മൊബൈലിന്റെ പുറകിലാണെങ്കിലും നമുക്ക് ഫ്രണ്ട് ഫേസിംഗ് ആയിട്ട് നമുക്ക് ഫോട്ടോ സെൽഫി എടുക്കാവുന്ന രീതിയിൽ അതിന്റെ അപ്പുറത്തും നമുക്ക് ഒരു ലെൻസ് ഇപ്പോൾ എല്ലാ മൊബൈലുകളിലും വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അതിൽ നമുക്ക് ഫ്ലാഷ് ഓപ്ഷൻ ഉണ്ട്, ചെറിയൊരു ഫ്ലാഷും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് കുറവായിട്ടുള്ള സ്ഥലങ്ങളിൽ ഫ്ലാഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് വരുന്ന ഒരു മൊബൈലിൽ വരുന്ന ഒരു പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ചെറിയ രീതിയിലൊക്കെ കൈ ഷേക്കായി കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഇൻബിൽറ്റ് ആയിട്ട് നമ്മളുടെ മൊബൈലിൽ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത വെച്ചാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിന് ഇത് വളരെ ലളിതമായിട്ട് ഇതിന്റെ ഫംഗ്ഷനുകൾ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഒരു DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറയൊന്നും പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ആളുകൾക്ക് പോലും ഈ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും. പക്ഷെ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്ന DSLRൽ അല്ലെങ്കിൽ നമ്മളുടെ മിറർലെസ് ക്യാമറകളിൽ എടുക്കുന്നതിന്റെ അടുത്തൊന്നും വരില്ലെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം പോസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും എടുക്കുവാൻ ഇന്ന് വരുന്ന മൊബൈൽ വളരെയധികം പ്രയോജനപ്രദമാണ്. പിന്നീട് ഇപ്പോൾ വരുന്ന ക്യാമറകളിൽ നമുക്ക് റോ ആയിട്ട് ഇമേജ് പടമെടുക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ റോ ഫോർമാറ്റിൽ എടുക്കുവാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി കഴിയും. പിന്നെ ഇപ്പോൾ വരുന്ന മൊബൈൽ ക്യാമറകളിലെല്ലാം ഒരു 1 ഇഞ്ച് വരെയൊക്കെ ഇതിന്റെ സെൻസറിന്റെ സൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുന്നുണ്ടായിരുന്ന ഈ കോമ്പാക്ട് ക്യാമറകളും അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഷൂട്ട് ക്യാമറകളുമായിട്ട് ഇപ്പോൾ വളരെയധികം കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മൊബൈൽ ഫോണിന്റെ മറ്റൊരു നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ നമ്മളെപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊന്നും ക്യാരി ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. എന്തെങ്കിലും ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി മൊബൈലുണ്ട്, നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോയോ വീഡിയോയോ എടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോട്ടോയും വീഡിയോയും ബിഗിനേഴ്സ് എടുത്ത് പഠിക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ തന്നെ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഫ്രെയിമിംഗ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രകൃതിയുടെ ഒക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കോമ്പോസിഷൻ വരേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ മൊബൈൽ ക്യാമറ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്നതാണ് ബിഗിനേഴ്സിന്.